നിങ്ങളെല്ലാ തൃപ്പൂണിത്തുറക്കാരും പൂർണ്ണത്രയീശൻ്റെ ക്ഷേത്രത്തിലായിരിക്കും ഈ 9 ദിവസം എന്ന് എനിക്കറിയാം. പക്ഷേ എന്നെക്കൊണ്ട് ഇന്നലെ ഒരു 5-ാമത്തെ ദിവസമായിട്ടാണ് പോകാൻ പറ്റിയത്. കഴിഞ്ഞ കൊല്ലം പോകാൻ പറ്റാത്തതിൻ്റെ സങ്കടമൊക്കെ ഞാൻ ഇന്നലെ ആട്ടോ തീർത്തത്. ഞാൻ ഇത്ര നാൾ ഈ ഒരു നാട്ടുകാരിയാണെങ്കിൽ പോലും നടപ്പുരമേളം കാണാനുള്ള ഭാഗ്യമൊന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. കാരണം അത്യാവശ്യം സമയം ലേറ്റായിട്ടൊക്കെ അത് സ്റ്റാർട്ട് ചെയ്യണോണ്ട് നമുക്ക് അത്ര നേരം നിൽക്കാനൊന്നും പറ്റിയിട്ടില്ല. അതായത് ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടൊന്നും എന്നെക്കൊണ്ട് നിൽക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെയൊക്കെ ഒരു ചെറിയ സങ്കടം ഉണ്ടെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ഭഗവാൻ നടത്തി തരുമെന്നൊരു വിശ്വാസമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ഇന്നലെ പോയത് നേരത്തെ ആയിരുന്നു, ഒരു 7:30-8 മണിയൊക്കെ ആയപ്പോൾ പോയി. അപ്പോൾ ഒരു അത്യാവശ്യം വലിയൊരു മഴ കഴിഞ്ഞിരിക്കുന്ന സമയമായതുകൊണ്ട് ഒരുപാട് പേരുടെ ചെരുപ്പൊക്കെ അവിടെ ഒലിച്ച് നടക്കണ അവൾ കണ്ടു കേട്ടോ. അപ്പോൾ നമ്മൾ ചെരുപ്പ് എവിടെ ഏൽപ്പിച്ചില്ല, അത്യാവശ്യം കുറച്ചൊന്ന് മാറിയിട്ട് അവിടെ സേഫായിട്ട് എടുത്ത് വെച്ചിട്ടാട്ടോ പോയത്. അപ്പോൾ മഴയൊക്കെ ഏകദേശം കുറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ നമ്മുടെ ആനകളൊക്കെ നിരന്ന് നിൽക്കണ്ടായി, അവർ ചമയമൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ, നമുക്ക് അത്യാവശ്യം സമയമുണ്ട്, അപ്പോൾ നമുക്ക് പുറത്തേക്കൊന്ന് പോയിട്ട് ഷോപ്പിലൊക്കെ പോയി എല്ലാം ഒന്ന് കണ്ടു വരാം, അത്യാവശ്യം ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഫോട്ടോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഇത്ര നാൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഉത്സവത്തിന് പോയിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് അവിടെ നിന്ന് അന്നദാനം ഉണ്ട്, നമുക്കത് കിട്ടും എന്നൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. ഇന്നലെ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ കണ്ടു. അപ്പോഴും എനിക്ക് ഉറപ്പില്ല നമുക്ക് കൂടി ഉണ്ടോ എന്നൊന്നും നമുക്ക് ഉറപ്പില്ല. അപ്പോൾ കലാകാരന്മാർക്കുള്ള ഫുഡ് എന്നാണ് അവിടെ എഴുതി വെച്ചേക്കണം. അപ്പോൾ നമ്മൾ അവിടെ ജസ്റ്റ് ചെന്ന് നോക്കിയപ്പോഴേക്കും ഒരുപാട് ഭക്തർ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും ക്യൂ നിന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ സാമ്പാർ, കൂട്ടുകറി, അച്ചാർ ഇതൊക്കെ ആയിരുന്നു. അപ്പം നമ്മൾ ഒരു പ്ലേറ്റ് വാങ്ങിയുള്ളൂ. കാരണം എന്താ വെച്ചാൽ അതിന് മുന്നേ നമ്മളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പുറത്ത് പോയപ്പോഴേക്കും നമ്മൾ കാബജി പിന്നെ എന്താണ് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ കഴിക്കുകയൊക്കെ ചെയ്ത കാരണം നമ്മൾ ഒരു പ്ലേറ്റ് വാങ്ങി കഴിച്ചോളൂ. അപ്പോഴേക്കും നമ്മൾ ഇറങ്ങുമ്പോഴേക്കും ആദ്യം തന്നെ കാണുന്നത് ഭഗവാന്റെ തിടമ്പെടുത്തുണ്ട് നമ്മുടെ ആനകൾ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മളൊന്ന് എടുത്തു. പിന്നെ നമ്മളൊന്ന് നേരത്തെ പുറത്ത് പോയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഫുഡ് കഴിച്ചു. അത്യാവശ്യം കുറച്ച് പലഹാരങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങി, അതിൻ്റെ ക്ലിപ്പാട്ടോ ഇത്. അപ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. തൃപ്പൂണിത്തുറമ്പത്തിൽ ഉത്സവം എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് കൂട്ടുകാരിൽ നിന്ന് പിരിവിട്ട് ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം വന്നിട്ട് കോളിഫ്ലവർ ബജ്ജി കഴിക്കേണ്ടതാണ്.